നമസ്കാരം, DTV ന്യൂസിലേക്ക് സ്വാഗതം. BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു. മൂവാറ്റുപുഴ ജില്ലാ ഓഫീസിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് B. രമേശ് കാവന ചടങ്ങിൽ പതാക ഉയർത്തി. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ കുഞ്ഞുങ്ങൾക്കും തിരിച്ചറിയുവാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ ഏറ്റവും വലിയ അഭിമാനം ഏത് എന്ന് ചോദിച്ചാൽ ആ മക്കൾ പറയും, എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ അഭിമാനം എന്ന് പറയുന്ന മക്കൾ. അതാണ് നമ്മുടെ സംസ്കാരം. അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൂടെ പറയും, നിങ്ങളുടെ സ്വപ്നം ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ മകനും മകളും വളർന്ന് വലുതായി വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിന്നുകൊണ്ടാണ് നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ വളർച്ചയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വളർച്ചയിൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണോ കാണാൻ കഴിയുക അവിടെയൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തുകളിൽ നിന്നായി പാർട്ടിയുടെ പ്രവർത്തകരുടെ മക്കളെയും 10ാം ക്ലാസ് പാസ്സായ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നമ്മുടെ കൂടെ നടന്ന അവരുടെ മക്കളെയും അതുപോലെ തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെയുമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഒരു പരിധിവരെ നമ്മുടെ പഞ്ചായത്തുകളിൽ ചിലപ്പോൾ ചില പരാതികളും വിമർശനങ്ങളും വീഴാം. ഇനിയും കുട്ടികളുണ്ടായിരുന്നു, ഇനിയും ആദരിക്കപ്പെടേണ്ട ആളുകളുണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ നമ്മുടെ മണ്ഡലം കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്ന് 10 പേർക്ക് എന്ന തരത്തിലാണ് നമ്മൾ തുടക്കം എങ്കിലും ആ 10 എന്നുള്ളത് ചിലപ്പോൾ 20, 25, 40 ഒക്കെയായി പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും കൊടുക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഈ തലമുറയെ ഒരു സുവർണ തലമുറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഏതൊക്കെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ പൂർവ്വസൂരികൾ അവരുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ചത്, ആ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. 500 വർഷക്കാലമായിട്ട് തകർന്നു കിടന്ന ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചിരുന്ന രാമന്റെ ക്ഷേത്രം എല്ലാ പ്രൗഢിയോടും കൂടി നമ്മുടെ കൺമുന്നിൽ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് മുഴുവൻ അഭിമാനമായിട്ട് നിലനിൽക്കുകയാണ്. 500 വർഷക്കാലമാണ് ഈ ഒരു അപമാനവും പേറി ഭാരതത്തിന്റെ ദേശീയ ജനത ഈ രാജ്യത്ത് ജീവിച്ചത്. കാശ്മീരിന്റെ 370ാം വകുപ്പ് 1947 ഭാരതത്തെ വിഭജിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിച്ചു, ഭാരതം എന്ന് പറയുന്ന വേറെ രാജ്യത്തെ സൃഷ്ടിച്ചു. തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് സമ്മാനിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണോദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ BJP നേതാക്കൾ പങ്കെടുത്തു. ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV. ജോണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറിമാരായ ചെറിയാൻ ഇടമന, C. സജികുമാർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS. വിജുമോൻ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. ഇവർക്കൊപ്പം കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VC. ഷാബു, ജില്ലാ സെൽ കോർഡിനേറ്റർ KK. അനീഷ് കുമാർ, കൌൺസിലർമാരായ G. മനോജ്, രാജശ്രീ രാജു എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം താലൂക്ക് ജനറൽ സെക്രട്ടറി AK. ഗോപകുമാർ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥൻ പിള്ള, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് കരോട്ടുമഠം എന്നിവരും നേതാക്കളോടൊപ്പം പങ്കെടുത്തു. മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി രാജേഷ് മാന്തോട്ടം, വൈസ് പ്രസിഡന്റ് പത്മിനി ഹരിദാസ്, ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യ വേണു, മീഡിയ മണ്ഡലം കൺവീനർ ദിനിൽ കുമാർ, മണ്ഡലം സെക്രട്ടറി വിൽസൺ മത്തായി, KR. വിജയൻ, ഷാജി തങ്കപ്പൻ എന്നിവരും വിവിധ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു.
അനുമോദനം ഏറ്റുവാങ്ങാൻ നിരവധി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചടങ്ങിലേക്ക്.